നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രയേലിന് പിന്തുണയുമായി അമേരിക്ക. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചു. അമേരിക്ക നടത്തിയ ആക്രമണത്തെ പുകഴ്ത്തി ഇസ്രയേൽ. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് നെതന്യാഹു. ഇസ്രയേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. ഇറാൻ ഇസ്രയേൽ സംഘർഷ സാഹചര്യം നാളെ ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയൻ. ആക്രമണം അപകടകരമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്കയറിയിച്ച് ഇന്ത്യയും UAE-യും. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നരേന്ദ്രമോദി. അസ്ഥിരതയിലേക്ക് നയിക്കുന്ന ഇടപെടലുകൾ പാടില്ലെന്ന് UAE. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് UDF. ജയിച്ചു കയറുമെന്ന ആത്മവിശ്വാസത്തിൽ LDF. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതിൽ ആകാംക്ഷ. NDA ക്യാമ്പും പ്രതീക്ഷയിൽ. വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങളുമായി അമൃത വാർത്തകളും. ഭാരതാംബ വിവാദത്തിലെ ഗവർണർ സർക്കാർ നിലപാടിൽ അയവില്ല. കുട്ടിക്കാലം മുതലുള്ള RSS ആഭിമുഖ്യവും നിലപാടും വ്യക്തമാക്കി BJP മുഖപത്രത്തിൽ ഗവർണർ. രാജ്ഭവനെതിരെ വിമർശനം കടുപ്പിച്ചു മന്ത്രി V ശിവൻകുട്ടി. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനിലെ 2 RSSകാർക്ക് പങ്കെന്ന് മന്ത്രി. തൃശൂരിലെ NSSന്റെ യോഗാദിന പരിപാടിക്കിടെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി പ്രതിഷേധം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത NIA. അറസ്റ്റിലായത് ഭീകരർക്ക് സഹായം നൽകിയ പെഹൽഗാം സ്വദേശികൾ. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടെന്ന് NIA. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രയേലിന് പിന്തുണയുമായി അമേരിക്കയും. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇസ്രയേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഉടൻ തയ്യാറാകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ ഫെർദോ, നദാൻസ്, ഇഫ്ഹാൻ എന്നീ ആണവ നിലയങ്ങൾക്ക് നേരെയാണ് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. ഇറാനിൽ നടത്തിയ ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയെന്നും അമേരിക്കൻ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറാന്റെ വ്യോമപാതയിൽ നിന്ന് പുറത്തു കടന്നെന്നും അമേരിക്ക വ്യക്തമാക്കി. ഉടൻ സമാധാനം പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഇറാന് വീണ്ടും പ്രഹരമേൽക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. അതേസമയം ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാധന സാമഗ്രികൾ നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്നാണ് ഇറാന്റെ അവകാശവാദം. അതേസമയം ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചു. ടെല്ലവീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 86 പേർക്ക് പരിക്കേറ്റതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൈഫ, നെസിയോണ, റിഷോൺ, ലെസിയോൺ, ടെല്ലവീസ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രായേലിലുടനീളം 1ലധികം സ്ഥലങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. അതേസമയം പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തുടക്കമിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ രംഗത്തെത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാർക്കെതിരെയും സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയും ഇറാൻ പ്രതികാര ഭീഷണി ഉയർത്തിയതായും റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് പൗരന്മാരെയും ആശ്രിതരെയും തിരികെ നാട്ടിലെത്തിക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സമാധാന ചർച്ചകളിലേക്കും ആണവ നിർവ്യാപന കരാറിലേക്കും ഇറാനെ കൊണ്ടെത്തിക്കാനുള്ള സജീവ ശ്രമങ്ങൾ UN-ഉം യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലും സജീവമായി നടത്തുന്നതിനിടയിലാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നടപടി. ആക്രമണത്തെ അപലപിച്ച UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വളരാൻ സാഹചര്യം ഒരുക്കരുതെന്ന് അമേരിക്കയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ സമ്മിശ്ര നിലപാടാണ് ഇറാനെതിരായ യുദ്ധ നടപടിയിൽ ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. റിപ്പബ്ലിക്കുകൾക്കുള്ളിൽ തന്നെ 2 നിലപാടാണ് അമേരിക്കയുടെ സൈനിക ഇടപെടലിന്. നിർണായക തീരുമാനമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ മിച്ച് മക്കോണൽ പ്രതികരിച്ചപ്പോൾ മുൻപുണ്ടായ പോലെ അമേരിക്കയുടെ വിഭവശോഷണത്തിനും സൈനിക ബലനഷ്ടത്തിനും മാത്രം ഉപകരിക്കുന്ന വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങളിലേക്ക് അമേരിക്ക നീങ്ങിയേക്കാമെന്ന ആശങ്കയാണ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മാർക്ക് വാർണർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള മാറ്റമെന്നും അഭിപ്രായമുണ്ട്. ട്രംപിന്റെ അപ്രതീക്ഷിത നടപടി യുദ്ധ സാഹചര്യം നാടകീയമായി വർദ്ധിപ്പിച്ചുവെന്നാണ് ഡെമോക്രാറ്റുകൾ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ നടത്തിയ സൈനിക നീക്കത്തെ അപലപിച്ച ഡെമോക്രാറ്റ്സ് യുദ്ധാനന്തര ഫലമായി വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ട്രംപ് ഉത്തരവാദിയായിരിക്കുമെന്നും പ്രതികരിച്ചു.
അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങൾക്കുള്ള നേരിട്ടുള്ള തിരിച്ചടിയെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത്. ആക്രമണത്തെ അപലപിച്ച ഗുട്ടറസ് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനും UN ചാർട്ടറും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാനും സംഘർഷത്തിലേർപ്പെട്ട രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ആശങ്കയുണ്ടാക്കുന്നതെന്നും ആണവ നിലയങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മേഖലയിലെ ജനങ്ങളെ സാരമായി ബാധിക്കുമെന്നും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും പ്രസ്താവന ഇറക്കി. ക്യൂബയും വെനിസ്വേലയും അമേരിക്കൻ നടപടിയെ ശക്തമായി വിമർശിച്ചപ്പോൾ എത്രയും വേഗം നയതന്ത്രതല ചർച്ചകളിലേക്ക് ഇറാനും ഇസ്രയേലും അമേരിക്കയും കടക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും അറബ് രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടു. അമേരിക്കൻ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഇറാൻ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോയാൽ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾ ആക്രമിക്കപ്പെടാമെന്നും തുറന്ന യുദ്ധത്തിലേക്ക് തങ്ങളും വലിച്ചിഴയ്ക്കപ്പെടാമെന്നും അറബ് രാഷ്ട്രങ്ങൾ ആശങ്കപ്പെടുന്നു. അതിനേക്കാളുമുപരി ഇറാന്റെ ആണവ റിയാക്ടറുകൾ ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ തകർക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആണവ വികിരണം മേഖലയിലെ ജനജീവിതം ഇല്ലാതാക്കുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേലിനെ സഹകരിക്കുന്നവരെ യുദ്ധത്തിൽ കക്ഷിയായി കണക്കാക്കുമെന്നും പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നാലും ആണവ സമ്പുഷ്ടീകരണം നിർത്തില്ല എന്ന നിലപാടും കടുപ്പിക്കുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മേഖലയിലെ സ്ഥിതിഗതികളിൽ ആശങ്കയറിയിച്ച് ഗൾഫ് രാജ്യങ്ങൾ. UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള US ആക്രമണത്തിൽ UAE ആശങ്ക അറിയിച്ചു. സംഘർഷം രൂക്ഷമാകാതെ നോക്കണമെന്നും ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ ആണവ വികിരണ സാധ്യതയില്ലെന്ന് സൗദി അറേബ്യ അറിയിച്ചു. രാജ്യത്ത് ആണവ വികിരണ സാധ്യതയില്ലെന്ന് കുവൈറ്റും സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ മന്ത്രാലയ സമുച്ചയങ്ങൾക്കുള്ളിൽ ഷെൽട്ടറുകൾ സജ്ജമാക്കിയതായി അധികൃതർ പറഞ്ഞു. ഒരേസമയം 900 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഷെൽട്ടറുകളെന്ന് കുവൈറ്റ് ധനകാര്യ മന്ത്രാലയം എക്സ് പേജിൽ കുറിച്ചു. ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായി കിഴക്കുഭാഗത്തെ പാർക്കിംഗ് ഇടങ്ങളിൽ വെയർഹൌസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തക്കവണ്ണം സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളും തയ്യാറാക്കി. സംഘർഷം വർദ്ധിക്കാൻ സാഹചര്യമുണ്ടാക്കരുതെന്ന് ഖത്തറും ഒമാനും പ്രസ്താവനയിൽ അറിയിച്ചു. അതിനിടെ ബ്രിട്ടീഷ് എയർവേസ് ദുബായിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു. വിദ്യാലയങ്ങളിൽ പഠനം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റി. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പ്രധാന റോഡുകൾ ഉപയോഗിക്കരുതെന്നും ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഓഫീസുകളിലെയും സർക്കാർ ഏജൻസികളിലെയും 70% വരെ ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് നിർദ്ദേശമെന്നും ബഹ്റൈൻ വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിച്ച പ്രധാനമന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്ന് എക്സിൽ കുറിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരുമായുള്ള 6ാമത്തെ വിമാനവും ഡൽഹിയിലെത്തി. 312 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു മലയാളി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. 280ഓളം വിദ്യാർത്ഥികളാണ് സംഘത്തിലുള്ളത്. അതിൽ ഭൂരിഭാഗവും കശ്മീർ സ്വദേശികളാണ്. ഇന്ന് ഒരു വിമാനം കൂടി എത്തുമെന്നാണ് വിവരം. ഇതുവരെ 1400-ലേറെ പൗരന്മാരെയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേരെ NIA അറസ്റ്റ് ചെയ്തു. ഭീകരർക്ക് സഹായം നൽകിയ 2 പഹൽഗാം സ്വദേശികളാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടെന്ന് NIA വ്യക്തമാക്കി. ബഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോത്തർ, പഹൽഗാം സ്വദേശി ബഷീർ അഹമ്മദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാക് പൗരന്മാരായ 3 ലഷ്കർ എ തോയ്ബ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇവർ മൊഴി നൽകിയത്. ഭക്ഷണം, താമസ സൗകര്യം തുടങ്ങിയ സഹായങ്ങളാണ് ഇവർ ഭീകരർക്ക് നൽകിയതെന്നും പിടിയിലായവർ മൊഴി നൽകിയതായി NIA അറിയിച്ചു. ആക്രമണത്തിന് മുൻപ് ഒരു കുടിലിലാണ് 3 ഭീകരരും കഴിഞ്ഞിരുന്നത്. പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിന് അടുത്തായിരുന്നു ഇത്. നേരത്തെ ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ, കുപ്വാര തുടങ്ങി 32 സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തി. ജമ്മു കശ്മീർ പോലീസ് സേനയുമായും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗവുമായി ചേർന്നാണ് NIA റെയ്ഡ് നടത്തിയത്. ഏപ്രിൽ 22-നായിരുന്നു ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെ മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. ബഹാവൽപൂർ, മുരുട്കെ അടക്കമുള്ള 9 ഭീകര കേന്ദ്രങ്ങളിലാണ് മെയ് 7 അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത്. ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായിരുന്നു ഇന്ത്യ തകർത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരിൽ മൃതദേഹം തിരിച്ചറിയാനാകാത്ത 8 പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതും DNA സാമ്പിൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മലയാളിയായ രഞ്ജിതയുടെ കുടുംബവും ഇതിൽ ഉൾപ്പെടും. മരിച്ചവരുടെ രണ്ടാമതൊരു ബന്ധുവിന്റെ കൂടി DNA സാമ്പിൾ നൽകണം എന്നാണ് പുതിയ നിർദ്ദേശം. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ സാഹചര്യത്തിൽ മരിച്ചവരുടെ അച്ഛനമ്മമാരുടെയോ മക്കളുടെയോ DNA ലഭ്യമാക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് വിലയിരുത്തൽ. DNA ഒത്തുചേരാതെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിമാനാപകടത്തിൽ മരിച്ച 8 പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതും DNA സാമ്പിൾ നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടത്. DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ 247 പേരിൽ 238 പേർ വിമാനത്തിലുണ്ടായിരുന്നവരാണ്. മറ്റ് 9 പേർ വിമാനം തകർന്നു വീണ സ്ഥലത്തുണ്ടായിരുന്നവരാണ്. തിരിച്ചറിഞ്ഞതിൽ 232 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം നടന്ന് ദിവസങ്ങൾ ഇത്ര കഴിയുമ്പോഴും അപകട കാരണം ഇതുവരെ വ്യക്തമായിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ഭാരതാംബ വിവാദത്തിലെ ഗവർണർ സർക്കാർ നിലപാടിൽ അയവില്ല. ജയിലിൽ കിടന്നപ്പോൾ ഭാരതാംബ സങ്കല്പം ശക്തമായതും കുട്ടിക്കാലം മുതലുള്ള RSS ആഭിമുഖ്യവും ചൂണ്ടിക്കാട്ടി BJP മുഖപത്രത്തിൽ നിലപാട് വ്യക്തമാക്കി ഗവർണർ. അതേസമയം രാജ്ഭവനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് മന്ത്രി V. ശിവൻകുട്ടി. ABVPയെ തനിക്കെതിരെ തിരിക്കുന്നത് രാജ്ഭവനാണെന്ന ആരോപണം ആവർത്തിച്ച് മന്ത്രി രംഗത്ത് വന്നു. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ സർക്കാരും ഗവർണറും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഭാരതാംബ ചിത്രം ഉയർത്തിക്കാട്ടി BJP പ്രവർത്തകർ സർക്കാരിനെതിരെ തുടരുന്ന പ്രതിഷേധം അവസാനിക്കുന്നില്ല. രാജ്ഭവന്റെ നിലപാടിനെതിരെ മന്ത്രിമാരും CPI നേതൃത്വവും മാഞ്ഞടിക്കുമ്പോഴും പക്ഷേ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഗവർണർ തയ്യാറാകുന്നില്ല. എന്താണ് ഭാരതാംബ സങ്കല്പമെന്നതും RSSനോടുള്ള തന്റെ ആഭിമുഖ്യവും തുറന്നുകാട്ടുകയാണ് ഗവർണർ. BJP മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാട് ഗവർണർ വ്യക്തമായി പറയുന്നു. അടിയന്തരാവസ്ഥാ കാലത്താണ് ഭാരതാംബ എന്ന സങ്കല്പം ശക്തമായത്. കുട്ടിക്കാലം മുതൽ RSSനോടുള്ള ആശയപരമായ ആഭിമുഖ്യവും ചൂണ്ടിക്കാട്ടി തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗവർണർ അടിവരയിട്ട് പറയുന്നു. അതേസമയം തനിക്കെതിരെ ABVPയുടെ പ്രതിഷേധം തുടരുമ്പോൾ കടുത്ത വിമർശനം ആവർത്തിക്കുകയാണ് മന്ത്രി V. ശിവൻകുട്ടി. രാജ്ഭവനിലെ ചിലരാണ് ABVPയെ തനിക്കെതിരെ തിരിക്കുന്നതെന്നും ഗവർണർക്ക് ഉപദേശം നൽകുന്നതെന്നും മന്ത്രി ആരോപിച്ചു. രാജ്ഭവനിൽ 2 കടുത്ത RSS അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 പേരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 2 പേരും ഗവർണറെ ഉപദേശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരാണ്, ഗവർണർക്ക് അറിയില്ലല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ യേശുന്നില്ല. അതേസമയം ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാദിന പരിപാടിയിലും ഭാരതാംബ വിവാദം. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് എതിർപ്പിനിടയാക്കിയത്. മാള കുഴൂർ തിരുമുക്കളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് RSS നേതാവിനെ ഇറക്കിവിട്ടു. മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചു. RSSന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി NSSനെ മാറ്റാൻ അനുവദിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം നിലപാടെടുത്തതോടെയാണ് പരിപാടി തടസ്സപ്പെട്ടത്. ദേശീയ പതാകയുടെ ത്രിവർണം ജനഹൃദയത്തിൽ കലർന്നതാണെന്നും അത് ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഗവർണറെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ MLAമാരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചവരാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ പതാക ജനങ്ങളുടെ ഹൃദയത്തിൽ കലർന്നതാണ്. ആ ദേശീയ പതാകയുടെ ത്രിവർണ കളർ അത് രാജ്യത്തിന്റെ കളറാണ്. അത് ആർക്കും മാറ്റാൻ വേണ്ടി കഴിയും. അത് നേരത്തെ ഗവർണറോട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ആ ഗവർണറെ താലോലിക്കാനും ഇപ്പോഴത്തെ ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിക്കാനും തയ്യാറായവരാണ് തിരുത്താനും ഇപ്പം നിർബന്ധിതരായിട്ടുള്ളത്. ചിലത് നമ്മൾ കണ്ടല്ലോ, നിയമസഭയിൽ തന്നെ കണ്ടതല്ലേ. ഗവർണറെ സംരക്ഷിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും പ്രതിപക്ഷ MLAമാരെ എത്ര കണ്ട് അടിച്ചൊതുക്കാനാണെന്ന് നിയമസഭയിൽ ശ്രമിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ജനങ്ങൾ കാണിച്ചു കൊടുത്തത്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ABVPയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിനെ മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ABVPയുടെ മാർച്ച്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഈശ്വരപ്രസാദിനെ SFIക്കാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പോലീസാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെന്നും നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് നടത്തുമെന്നും ABVP അറിയിച്ചു. പ്രവർത്തകരെ
മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ABVP പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂർ നഗരത്തിലെ SFIയുടെ കൊടിതോരണങ്ങൾ പ്രവർത്തകർ നശിപ്പിച്ചു. സ്വരാജ് റൌണ്ടിൽ CMS സ്കൂളിന് മുന്നിലും മോഡൽ ഗേൾസ് സ്കൂളിന് മുന്നിലും സ്ഥാപിച്ച കൊടിതോരണങ്ങളാണ് നശിപ്പിച്ചത്. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. JSK ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ റിലീസ് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ. ജാനകി എന്നത് സീതയുടെ മറ്റൊരു പേരായതിനാലാണ് കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. സിനിമാ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെന്നും ഇത് രാഷ്ട്രീയ തീരുമാനമായി കരുതുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. CBFCക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നതും. ആ ഗൈഡ് ലൈനിലൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല. ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവർ അടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. നാളെ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. ഇതിനായി 4 ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായി എണ്ണി തീർക്കും. ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ്. തുടർന്ന് മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം എന്നിവിടങ്ങളിലെ വോട്ടുകൾ എണ്ണും. എല്ലാ റൗണ്ടുകളിലും വോട്ടെണ്ണി കഴിഞ്ഞതിനു ശേഷം നറുക്കെട്ടെടുത്ത 5 പോളിംഗ് സ്റ്റേഷനുകളിലെ VVPAറ്റുകൾ ഇലക്ഷൻ കമ്മീഷന്റെ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തും. വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായിരിക്കും. 25 മൈക്രോ ഒബ്സർവർമാർ, 24 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 30 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ, 7 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ 86 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനവും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും നെഞ്ചിടിപ്പും ഏറുകയാണ്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേരിയ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. മലയോര മേഖലയിൽ ഉൾപ്പെടെയാണ് NDAക്ക് പ്രതീക്ഷ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തനിക്കുള്ള പിന്തുണ കൊണ്ടാണെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ വാദം. 75,000 വോട്ടുകളിൽ അൻവറും ഉറച്ചു നിൽക്കുകയാണ്. 2016-ൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടമാണ് UDFന്റേത്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് LDFന്റെ ലക്ഷ്യം. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തിയെന്നതിനുള്ള ഉത്തരമാണ് നിലമ്പൂരിൽ NDAക്ക് കിട്ടുന്ന വോട്ടുകളെന്ന് അവരും വിശ്വസിക്കുന്നു. അപ്പോഴും ഇവിടെ ആശങ്കയായി മാറുന്നത് അൻവറിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ എവിടേക്ക് മറിയുമെന്നാണ്. LDFനും UDFനും അക്കാര്യത്തിലാണ് നെഞ്ചിടിപ്പേറുന്നത്. അമൃത ന്യൂസ്, നിലമ്പൂർ. നിലമ്പൂരിൽ നടന്നത് രാഷ്ട്രീയ മത്സരമാണെന്നും UDF മികച്ച വിജയം നേടുന്നതിന്റെ ഉത്തരവാദിത്തം വോട്ടർമാർക്കാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. PV അൻവർ വ്യക്തിഗത ഫാക്ടറാണോ എന്ന് പരിശോധിക്കേണ്ടതില്ല. നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിൽ പോയത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും സണ്ണി ജോസഫ് കോഴിക്കോട് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിഗത ഫാക്ടർ ആണോ അല്ലോ എന്ന് പരിശോധിക്കേണ്ടതേ ഇല്ല. ഞങ്ങളിത് രാഷ്ട്രീയമാണ്, കേരള രാഷ്ട്രീയമാണ്. നിലമ്പൂരുകാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോളിംഗ് ബൂത്തിൽ പോകുന്നത് എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ മത്സരമായിട്ട് തന്നെ UDF അതിനെ കാണുകയും അതിൽ മുന്നേറുകയും ചെയ്തു, അതിൽ വിജയിക്കുകയും ചെയ്യും. നിലമ്പൂർ നല്ല ഭൂരിപക്ഷം, കംഫർട്ടബിൾ മെജോറിറ്റി തന്നെ.
നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നാളെ ഫലം വരാനിരിക്കെ പ്രതികരണവുമായി LDF സ്ഥാനാർത്ഥി M സ്വരാജ്. തെരഞ്ഞെടുപ്പ് ഫലത്തെപ്പറ്റി ഒരു ഉദ്യോഗവുമില്ലെന്നും ഇനി ഫലം വന്നിട്ട് പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. അത് ഇത്തരം പറഞ്ഞല്ലോ, ഒരു പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നേ പ്രതികരിക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പ്രതികരിച്ചു കഴിഞ്ഞതാണ്. അവസാന കാര്യങ്ങളെ പറയാനുള്ളൂ. അവസാനത്തെ പ്രതീക്ഷ എന്താണ്? അത് പറഞ്ഞിരിക്കുന്നു, അത് അറിയാതെ പറഞ്ഞിരിക്കുന്നു. ഒരു ഉദ്യോഗമില്ല, ഒരു ഉദ്യോഗമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കാലവും നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിലെ ഭൂതാനം ചെമ്പ്ര ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഏറെ നാളുകളായി അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം. ആനശല്യത്തിന് അറുതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ. എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന സ്ഥാനാർത്ഥികളുടെ ഉറപ്പിനുമേലാണ് ഇത്തവണയും ഇവർ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടൊക്കെ ചെയ്തു, ആർക്കെങ്കിലും അങ്ങോട്ട് കൊടുക്കാം. അരുവാൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി തരേണ്ടി വരും. അല്ലെ ഞങ്ങൾ പോലെ വെറുതെ വിടില്ല. മാറ്റത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അവർ പറയുമ്പോൾ അവർ അവിടേക്ക് വോട്ട് ചെയ്യും, ഇപ്പുറത്ത് പറയുമ്പോൾ ഇപ്പുറത്ത് വോട്ട് ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. വോട്ടിന് അവകാശമേറ്റ ആൾക്കാർ ശല്യം കൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പോഴത്തേന് നേരം വെളുക്കണ മുന്നെത്തും. എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ചെമ്പ്ര ഉന്നതി നിവാസികളുടെ ജീവിതം. അതിലേറ്റവും പ്രധാനം ആനശല്യം തന്നെ. നേരം ഇരുട്ടിയാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല. അടച്ചുറപ്പില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിൽ കുഞ്ഞുങ്ങളുമൊത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് അന്തിയുറങ്ങും. ഇതിൽ ഫെൻസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആന വരാതെ കുറച്ച് സംവിധാനം ഉണ്ടാവും. രാത്രിയാണ് നമുക്ക് ആകെയുള്ള ശല്യം. കിടന്നുറങ്ങാൻ പേടിയാന്ന് പറഞ്ഞിട്ട് വേണം ഓരോരുത്തർ. തിന്നണ തീറ്റൊക്കെ എങ്ങനെ തിന്നണതാണെന്ന് അറിയില്ല. ജനാൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൈയിട്ട് നടക്കായിരുന്നു ആന. ബാത്റൂമൊക്കെ പുറത്തല്ലേ, എങ്ങനെ പോവും? അത് ചാക്ക് വിരിച്ചിട്ട് അതിനകത്ത് മുള്ളുക, അത്രയേ ഉള്ളൂ. പ്രദേശത്ത് ഫെൻസിംഗ് ഉണ്ടെങ്കിലും അതെല്ലാ ഭാഗത്തും സ്ഥാപിച്ചിട്ടില്ല. ആന വരുന്ന വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ഫെൻസിങ് ഇട്ടതൊന്നും ഒന്നും കൂടി ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ട്, ഈ പോയിന്റ് സൈഡിൽ ഇങ്ങോട്ട് അവിടം വരെ ഒന്ന് മുട്ടിക്കാൻ വേണമായിരുന്നു. കാരണം ഈ വൈക്ക് ആ ഭാഗത്തെല്ലാം ഇട്ട് വെറുതെ കമ്പി ഇട്ടെങ്കിലും ആനിപ്പോൾ വരുന്ന ഇത് വൈക്കാണ്. ഇപ്പോൾ കുറച്ചുകാലമായി പുലി ഇറങ്ങുന്നത് ഇവിടെ പതിവാണ്. പുലി ഇറങ്ങണുണ്ട് ആ ഭാഗത്തേക്ക്. 2-3 പട്ടികളെ ഞങ്ങള് മുറ്റത്താണ് കടിച്ചു കൊന്നത്. അവകാശപ്പെട്ട റേഷൻ അരിയും ഇവർക്ക് കിട്ടാറില്ല. സ്ഥിരം ജോലിയില്ലാത്ത ഇവർ പലപ്പോഴും പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ്. പണ്ടത്തെ മാതിരിക്ക് അരി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ആദ്യം 50 കിലോ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അത് ഇത്രയും വീട്ടുകാർക്കൊന്നും തിന്നാൻ മാത്രം ഇല്ല. കറണ്ട് ഇല്ലാത്ത വീടും ഉന്നതിയിലുണ്ട്. ആന വലിച്ചു പൊട്ടിച്ച വൈദ്യുതി ലൈൻ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇതിപ്പം 3-4 വർഷം കഴിഞ്ഞ് ഇതിപ്പോൾ പൊട്ടിച്ചിട്ടിട്ട് പിന്നെ അതിൽ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. ഞാൻ മെമ്പറോട് ചോദിച്ചു, മെമ്പറെ ഇങ്ങനെ ഒരു സഹായം എനിക്ക് വേണം. പല കടയിൽ നിന്നൊക്കെ പോയി മേത്തിരി വാങ്ങിയിട്ട് കത്തിച്ചിട്ട് അല്ലെങ്കിൽ തോർച്ചിന്റെ വെട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇവിടെ. ഇത്തവണയും പതിവ് പോലെ തിരഞ്ഞെടുപ്പായപ്പോൾ പലരും ഇവരെ തേടി എത്തി. ജൂൺ 19 വരെ ആളും ബഹളവും. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്കൊരു തിരിഞ്ഞുനോട്ടം ആർക്കുമില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇവരെ തേടി ആരെങ്കിലുമൊക്കെ എത്തുന്നത്. എല്ലാ വാഗ്ദാനങ്ങളും വിശ്വസിച്ച് ഈ പാവങ്ങൾ വോട്ടും ചെയ്യും. എന്നാൽ ഒന്നും ശരിയാകില്ല. ഇത്തവണയും ഇവർക്ക് പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, നിലമ്പൂർ. വീണ്ടും ആശമാരുടെ യോഗം വിളിച്ച് സംസ്ഥാന സർക്കാർ. ആശമാരുടെ പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് യൂണിയനുകളെ കേൾക്കുന്നതിനായാണ് യോഗം. ഈ മാസം 30 രാവിലെ യോഗം ചേരും. ആശമാരുടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് യൂണിയനുകളെ കേൾക്കുന്നതിനായാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വീണ്ടും ആശമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ സൗത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഹിയറിംഗിന് ഓരോ ട്രേഡ് യൂണിയനും സമയം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ട്രേഡ് യൂണിയനുകൾക്ക് കമ്മിറ്റി മുമ്പാകെ അവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാം. ഓരോ യൂണിയനിലെയും പരമാവധി 3 പേർക്ക് കമ്മിറ്റി മുമ്പാകെ ഹാജരാകാം. ഇതിൽ 2 പേർ നിർബന്ധമായും ആശാപ്രവർത്തകർ
പ്രവർത്തകരായിരിക്കണം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്, ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നീ യൂണിയനുകളെയാണ് യോഗത്തിന് വിളിപ്പിച്ചിരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക എന്നിവയടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരം ആരംഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ അയ്യുഥിന്റെ നേതൃത്വത്തിൽ ശബരിമല വനത്തിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചു. അയ്യുഥിന്റെ പ്രകൃതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ജൈവവളങ്ങൾ ചേർത്ത് കുഴച്ച മണ്ണിൽ പൊതിഞ്ഞ് ബോളുകളാക്കിയെടുക്കുന്നതാണ് സീഡ് ബോളുകൾ. ഇവ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷം മണ്ണിൽ എറിയുകയും മഴയിൽ മൺബോളുകൾ കുതിർന്ന് വിത്തുകൾ മുളയ്ക്കുകയും ചെയ്യും. ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ ആയുധിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 10,000-ഓളം സീഡ് ബോളുകളാണ് എരുമേലി പ്ലാപ്പള്ളി ഭാഗത്ത് ശബരിമല വനത്തിൽ നിക്ഷേപിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ രംഗത്ത് മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന വൃശ്ചികം-1 വൃക്ഷം-1 വിത്തൂട്ട് തുടങ്ങിയ പദ്ധതികൾ ഏറ്റവും പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുനാമി ബാധിത പ്രദേശങ്ങളിൽ 10 ലക്ഷം കാറ്റാടി വൃക്ഷത്തൈകൾ മഠത്തിന്റെ സഹകരണത്തോടെ വനംവകുപ്പ് നട്ടുപിടിപ്പിച്ചതായി അദ്ദേഹം അനുസ്മരിച്ചു. സുനാമിയുടെ കാലഘട്ടത്തിൽ 2004 ഡിസംബർ 26 അതിനുശേഷം നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്ന അന്ന് രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം മരത്തിൽ പിടിച്ചായിരുന്നു. തീവാളിനോടൊപ്പം തന്നെ കാറ്റാടി തൈകൾ വെച്ചു. അന്ന് 1-2 10 ലക്ഷം കാറ്റാടി തൈകൾ അമൃതാനന്ദമയി മഠത്തിന്റെ സഹായത്തോടെ കേരള വനംവകുപ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുരുത്തി മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം ദർശിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നതാണ് ഭാരത സംസ്കാരമെന്നും ഇതിൽ നിന്നും നാം പിന്നോട്ട് പോയതാണ് ഇന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും സ്വാമിനി ഓർമ്മിപ്പിച്ചു. വനത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ എല്ലാവരും കൂട്ടായി യത്നിക്കണമെന്നും സ്വാമിനി കൂട്ടിച്ചേർത്തു. വനമെന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള ശുദ്ധമായ വായു ലഭിക്കുന്നത്. ഭാവി തലമുറക്കും ഇത് ആവശ്യമാണ്. നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ 100 ഇരട്ടി ആവേശമാണ്. പക്ഷെ പ്രകൃതിയിലേക്ക് കൊടുക്കാനുള്ള ആവേശം നമുക്കുണ്ടാകണം. 50ഓളം വരുന്ന ആയുധ പ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, കോട്ടയം. കവികളുടെയും കാവ്യാസ്വാദകരുടെയും കൂട്ടായ്മയായ രാക്കവിതക്കൂട്ടത്തിന്റെ 4ാം വാർഷികവും കാവ്യോത്സവവും പ്രഥമ രാക്കവിതക്കൂട്ടം കവിതാ പുരസ്കാര സമർപ്പണവും ആലപ്പുഴ മങ്കൊമ്പിൽ നടന്നു. ഇന്നലെയും ഇന്നുമായി നടന്ന പരിപാടി പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൽപ്പറ്റ നാരായണൻ, S. ജോസഫ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ കവികളും നിരൂപകരും പുതുതലമുറ കവികളും കാവ്യാസ്വാദകരും പരിപാടിയിൽ പങ്കെടുത്തു. രാക്കവിതക്കൂട്ടം പ്രഥമ കവിതാ പുരസ്കാരം ദിവാകരൻ വിഷ്ണുമംഗലത്തിന് കവി വയലാർ ശരചന്ദ്രവർമ്മ സമ്മാനിച്ചു. താരസംഘടന അമ്മയിൽ 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ധാരണ. മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ്. അതുവരെ നിലവിലെ ഭരണസമിതി തുടരും. അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ചു. ഇന്ന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. അതിനിടെ 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ജഗതി ശ്രീകുമാർ പങ്കെടുത്തു. 2012 മാർച്ച് 10 വാഹനാപകടത്തിൽപ്പെട്ടതിനു ശേഷം ജഗതി ആദ്യമായാണ് അമ്മ യോഗത്തിൽ പങ്കെടുത്തത്. വാഴച്ചാലിൽ ട്രെക്കിങ്ങിന് പോയവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. വനം വകുപ്പിന്റെ കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങിന്റെ ഭാഗമായാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള സംഘം ഇന്ന് യാത്ര തിരിച്ചത്. കാട്ടിലൂടെയുള്ള യാത്രക്കിടെ കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ പാറപ്പുറം വീട്ടിൽ ശങ്കരനാരായണന്റെ മകൻ മനുവിന് ഗുരുതര പരിക്കേറ്റു.